നമ്മുടെ മറ്റേ ബക്കറ്റ് പിരിവിൻ്റെ ബക്കറ്റുകളെല്ലാം പൊടി തട്ടി എടുക്കണം. കാരണം ഇന്നത്തെ പത്രത്തിലുണ്ട് ഇനിയിപ്പം മഴ കുറച്ച് ദിവസത്തേക്ക് കാണില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അടുത്ത ആഴ്ച പ്രളയമായിരിക്കും. ആ ഓ ഓ ആ അപ്പോൾ ഈ പ്രളയത്തിന് നമുക്ക് നല്ല രീതിയിലൊരു പിരിവ് അങ്ങോട്ട് നടത്തിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓ അതെ, ഈ പിരിവില്ലേ, പിരിവും തണ്ടലൊക്കെ ഒരുപോലെയല്ലേ ലീറ്റ? നീ എന്താ അങ്ങനെ സംസാരിക്കുന്നത്? എന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. എന്നാന്നറിയാവോ, ഈ പിരിവാണെങ്കിലും തെണ്ടലാണെങ്കിലും ആരുടെങ്കിലും മുമ്പിൽ കൈ നീട്ടണം. പിന്നെ നീ പറഞ്ഞു പറഞ്ഞ ഉദ്ദേശം അല്ല, കേക്ക്. ഈ തെണ്ടുമ്പോഴാണെങ്കിലും പിരിക്കുമ്പോഴാണെങ്കിലും ഉണ്ടല്ലോ, കൊടുക്കുന്ന ആൾക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇത് മേടിക്കുന്ന ആൾക്കാർക്കേ ഉള്ളു പ്രയോജനം. പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു വ്യത്യാസമുണ്ട്. ഒരു കൂട്ടർക്ക് ഇങ്ങനെ വെള്ളയൊക്കെ ഉണ്ടാവും, മറ്റത് കീറി പറഞ്ഞു കൊടുപ്പായിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിന്റെ കുഴപ്പമാണോ? നിന്റെ കുഴപ്പമില്ല, നിനക്ക് മൊത്തത്തിൽ കുഴപ്പമാണ്. നിനക്ക് വലിയ കുഴപ്പമാണ് കേട്ടോ. എനിക്കെന്ത് കുഴപ്പം? ഇത് ആരോടാണ് ഇതൊക്കെ സംസാരിക്കണമെന്ന് അറിയാമോ? ഞാനൊരു പൊതുപ്രവർത്തകൻ. നീ എങ്ങനെയാണ് നമ്മളെ ഉപമിച്ചത്? തെണ്ടാറങ്ങുന്ന ആൾക്കാരുമായിട്ടല്ലേ? അല്ലേ? ഇത് രണ്ടും രണ്ടാണ് കേട്ടോ തങ്കം. ക്ലീറ്റോ എന്നാ തെളിയിച്ചതാന്നേ, എനിക്കങ്ങനെയാ തോന്നണേ. എടീ, ഈ ഇറക്കാൻ പോണവരെന്താണ് അവരവരുടെ അന്നത്തുള്ള അന്നത്തിന് വേണ്ടിയിട്ട് അവർ പോണത്. ഞങ്ങൾ പോണത് ആർക്ക് വേണ്ടി? രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, നാട്ടില് കഷ്ടത അനുഭവിക്കുന്ന അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങണത്. തന്നെ? അതെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാര്. ആ കാവൽക്കാരുടെ ജീവിതമാണ് പിരിവ്. അതല്ലേ ഉദ്ദേശിച്ചത്? കഥ അങ്ങോട്ടല്ലേ പോണത്?